ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള എപ്പിസോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാക്സിനേഷനെ കുറിച്ച് പറയാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനേഷനാണ്. ഇന്ത്യയുടെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ടിൽ ഇതുവരെ ഉൾപ്പെടുത്താത്തതും എങ്കിലും ഭാവിയിൽ ഉൾപ്പെടുത്താൻ ആലോചനയുള്ളതുമായിട്ടുള്ളൊരു വാക്സിനേഷനാണ് HPV വാക്സിനേഷൻ. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള വാക്സിനേഷനാണ്. സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടുള്ള ഗൊണീറിയ, സിഫിലസ്, എയ്ഡ്സ് അങ്ങനെയുള്ള രോഗങ്ങൾ മനുഷ്യരാശിക്ക് സമ്മാനിക്കുന്നത് ഈ വൈറസിൻ്റെ പ്രതിപ്രവർത്തനം മൂലമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒന്ന് നോക്കാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഓൾറെഡി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ട്. മറ്റേത് വൈറസിനെ പോലെയും ഈ വൈറസ് ഉണ്ട്. മിക്കവാറും മനുഷ്യരുടെ ഇത് ആക്റ്റീവായിട്ട് ഉണ്ടാകുകയില്ല. എന്നാൽ ചില സമയത്ത് ഇത് ആക്റ്റീവായിട്ടുണ്ടാകുകയും ചില പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ക്യാൻസർ, അതായത് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ സെക്കൻഡ് മോസ്റ്റ്, അതായത് ക്യാൻസറുകളിൽ തന്നെ സെക്കൻഡ് പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു ടൈപ്പ് ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അതുമാത്രമല്ല, സ്ത്രീകളിൽ കാണപ്പെടുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അപ്പോൾ സെർവിക്കൽ ക്യാൻസർ വരുത്താനുള്ള മെയിനായിട്ട് നിൽക്കുന്ന വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം ഏകദേശം 80,000 സ്ത്രീകൾ സെർവിക്കൽ ക്യാൻസർ മൂലം മരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ 8 മിനിറ്റിലും ഓരോ സ്ത്രീകൾ മരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കൊച്ചു പെൺകുട്ടികൾ മാത്രമല്ല, മുതിർന്ന 45 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ വാക്സിനേഷൻ മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ വാക്സിനേഷൻ സൗജന്യമായിട്ടുള്ള നിരക്കിൽ അവൈലബിൾ ആക്കണം എന്നുള്ള രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2,000 രൂപയാണ് ഇതിൻ്റെ ചാർജ് എങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ 1-2 തവണയൊക്കെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാറുണ്ട്, പുറത്തെ ഫുഡ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്ന പൈസ 1-2 മാസത്തേക്ക് ഒന്ന് കൂട്ടി വെച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതൊരു മഹാമാരി തന്നെയാണ്. ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. സോ എല്ലാവരും ഇത് ഗൗരവമായിട്ട് ഏറ്റെടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ വാക്സിനേഷൻ ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും എടുക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി തീരുന്നത് 9 to 12 ഇയേഴ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ്. അതായത് 9 to 14 ഇയേഴ്സ് വരെ നല്ലൊരു പീരീഡാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 45 ഇയേഴ്സ് വരെയുള്ള എല്ലാ വിമൻസിനും എടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ അതായത് അതിന് പ്രവർത്തിക്കുന്ന വാക്സിനേഷൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരളവ് ചിലപ്പോൾ പ്രായത്തിൻ്റെ അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരാം. പക്ഷേ ഏർലി സ്റ്റേജിൽ എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇത് ആൺകുട്ടികൾക്കും എടുക്കാവുന്നതാണ്, പെൺകുട്ടികൾക്കും എടുക്കാവുന്നതാണ്. 2 ടൈപ്സ് ഓഫ് വാക്സിനേഷൻ ഉണ്ട്. അത് പല വേരിയൻറ്റുകൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തന്നെ പല വേരിയൻറ്റിലുണ്ട്. കുറേ അധികം വേരിയൻറ്റിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ ഏറെക്കുറെ എല്ലാ വേരിയൻറ്റുകൾക്കും ഇത് ഫലപ്രദമാകുമോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഏറെക്കുറെ നമ്മളെ ഈ സെർവിക്കൽ ക്യാൻസറിൽ നിന്നും അതർ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസുകളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ഒരു പരിധി എന്നല്ല 90% വരെയെങ്കിലും സംരക്ഷണം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് 2 ടൈപ്സിലുണ്ട്. ഒന്ന് ഗാർഡാസിൽ വാക്സിനേഷൻ, രണ്ടാമത്തേത് സെർവാരിസ്. ഇത് രണ്ടും എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ, കൊച്ചു പെൺകുട്ടികൾക്കാണെങ്കിൽ 2 ഡോസ് മതിയായിരിക്കും. അതായത്
സീറോ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തിലെടുക്കുവാണെങ്കിൽ അത് അടുത്ത ഡോസ് എന്ന് പറയുന്ന ഒരു 6 മന്തിനുള്ളിൽ എടുത്താൽ മതിയായിരിക്കും. 2 ടൈപ്സ് ഓഫ് വാക്സിനേഷൻ ഉണ്ട്. അത് പല വേരിയൻറ്റുകൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തന്നെ പല വേരിയൻറ്റിലുണ്ട്. കുറേ അധികം വേരിയൻറ്റിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ ഏറെക്കുറെ എല്ലാ വേരിയൻറ്റുകൾക്കും ഇത് ഫലപ്രദമാകുമോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഏറെക്കുറെ നമ്മളെ ഈ സെർവിക്കൽ ക്യാൻസറിൽ നിന്നും അതർ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസുകളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമ്മളെ, ഒരു പരിധി എന്നല്ല 90% വരെയെങ്കിലും സംരക്ഷണം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് 2 ടൈപ്സിലുണ്ട്. ഒന്ന് ഗാർഡാസിൽ വാക്സിനേഷൻ, രണ്ടാമത്തേത് സെർവാരിസ്. ഇത് രണ്ടും എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ, കൊച്ചു പെൺകുട്ടികൾക്കാണെങ്കിൽ 2 ഡോസ് മതിയായിരിക്കും. അതായത് സീറോ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തിലെടുക്കുവാണെങ്കിൽ അത് അടുത്ത ഡോസ് എന്ന് പറയുന്ന ഒരു 6 മന്തിനുള്ളിൽ എടുത്താൽ മതിയായിരിക്കും. ഉഴപ്പ് വിചാരിക്കരുത്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനേഷനാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് അവരുടെ ഇമ്മ്യൂണൈസേഷൻ്റെയൊക്കെ പാർട്ടാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് മാത്രം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിലും അതുപോലെ തന്നെ പ്രൈവറ്റല്ല ഹോസ്പിറ്റലിലും ഈ സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് അന്വേഷിച്ചിട്ട് കുട്ടികൾക്ക് തീർച്ചയായും എടുക്കുക. ഈ ഇൻഫർമേഷൻ ഒരിക്കലും നിങ്ങൾക്കൊരു ബർഡനായിട്ടോ അല്ലെങ്കിൽ ഒരു അധിക ഭാരമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് തോന്നത്തില്ല. നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വാക്സിനേഷനും എടുത്തിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ള, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ പെൺകുട്ടികളും മസ്റ്റായിട്ട് എടുക്കേണ്ടതായിട്ടുള്ളൊരു വാക്സിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിലിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഇതൊരു സൈക്കോളജി പരമായിട്ടുള്ള വീഡിയോയോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോ ഒന്നുമല്ല, ഒരു ഹെൽത്ത് പരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക, ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും മോട്ടിവേഷനാണ് മുന്നോട്ടുള്ള ഓരോ വീഡിയോസ് ചെയ്യാനും എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കോ അഡ്വൈസുകൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീലിംഗ് സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് അഡ്വൈസുകളോ നിർദ്ദേശങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you so much.